ആദ്യമായി ശ്രീ പുത്തലത്ത് ദിനേശൻ രചിച്ച ഇൻസൈറ്റ് പബ്ലിക്ക പ്രസിദ്ധീകരിക്കുന്ന വെള്ളത്തിൽ മീനുകൾ എന്ന പോൽ പഴമയുടെ പൊതുവായനകൾ, ബഹുസ്വരതയും മതരാഷ്ട്രവാദങ്ങളും, സ്മരണകൾ, സമരായുധങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പുസ്തകങ്ങൾ സ്വീകരിക്കുന്നതിനായി ശ്രീ വി ജോയി MLA, ശ്രീമതി ബദറുന്നീസ, ശ്രീ VK സനോജ്, ശ്രീമതി അനുശ്രീ എന്നിവരെയും ക്ഷണിക്കുന്നു. വെള്ളത്തിൽ മീനുകൾ എന്ന പോലെ ഏറ്റുവാങ്ങുന്നത് ശ്രീ ജോയ് MLA. ബഹുസ്വരതയും മതരാഷ്ട്രവാദങ്ങളും ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ബദറുന്നീസ. പഴമയുടെ പുതുവായനകൾ ഏറ്റുവാങ്ങുന്നത് ശ്രീ VK സനോജ്. സ്മരണകൾ, സമരായുധങ്ങൾ ഏറ്റുവാങ്ങുന്നത് ശ്രീമതി അനുശ്രീ. അടുത്തതായി ശ്രീ KE ഇസ്മായിൽ രചിച്ച പ്രഭാത് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന നിയമസഭയിലെ KE എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ ബിനോയ് വിശ്വം. അടുത്തതായി ഡോക്ടർ സാവിത്രി നാരായണൻ രചിച്ച സമത ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ജീവിതസാഗരം ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ B സന്തോഷ്, ഡോക്ടർ A ബിജുകുമാർ, ശ്രീമതി അനീഷ അനി ബെനഡിക്റ്റ് എന്നിവരാണ്. നന്ദി സർ. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ വിശദമായി സംസാരിക്കാനല്ല പുറപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്ന് ഇടവേള ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ തന്നെ ചെന്ന് ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. മലയാള സാംസ്കാരിക സാമൂഹിക ഭൂമിക്ക് മുതൽക്കൂട്ടാകുന്ന 6 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നിർവഹിച്ചു കഴിഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ രചിച്ച് ഇൻസൈറ്റ് പബ്ലിക്ക പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളാണ് ആദ്യം പ്രകാശനം ചെയ്തത്. വെള്ളത്തിൽ മീനുകൾ എന്ന പോൽ പഴമയുടെ പുതുവായനകൾ, ബഹുസ്വരതയും മതരാഷ്ട്രവാദങ്ങളും, സ്മരണകൾ, സമരായുധങ്ങൾ ഇവയാണ് ആ പുസ്തകങ്ങൾ. രണ്ടാമത്തെ ആളെയും പരിചയപ്പെടുത്തേണ്ടതില്ല. മുൻ മന്ത്രിയും മുൻ രാജ്യസഭാംഗവും CPIയുടെ സമുന്നത നേതാവുമായ സഖാവ് KE ഇസ്മായിലിൻ്റെ പ്രധാനപ്പെട്ട നിയമസഭാ പ്രസംഗങ്ങൾ നിയമസഭയിലെ KE എന്ന പേരിൽ ഇന്ന് വായനക്കാരുടെ കൈകളിലേക്ക് എത്തുകയാണ്. നിയമസഭയിലെ KE. പ്രഭാത് ബുക്ക് ഹൗസാണ് ഈ പുസ്തകം പ്രസാധനം ചെയ്തിട്ടുള്ളത്. ലോകത്തെ ഹൈഡ്രോഗ്രാഫർമാരിൽ പ്രഥമഗണ്യയായ ഡോക്ടർ സാവിത്രി നാരായണൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ ജീവിതസാഗരം ഇന്ന് പ്രകാശനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. സമത പബ്ലിക്കേഷൻസാണ് പ്രസാധകർ. നിറഞ്ഞ സന്തോഷത്തോടെ ഈ 6 പുസ്തകങ്ങളുടെയും പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.
അടുത്തതായി പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട MLA ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വീതിയിലുള്ള പ്രമുഖ നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 6 പുസ്തകങ്ങളുടെ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പുസ്തകങ്ങളെപ്പറ്റിയെല്ലാം വിശദമായിട്ട് സംസാരിക്കുന്നതിന് ഇവിടെ പ്രഗത്ഭരായ വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം നിങ്ങളോട് ഏതാനും മിനിറ്റുകൾ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വെള്ളത്തിൽ മീനുകളെപ്പോൾ പഴമയുടെ പുതുവായനക്കാർ, ബഹുസ്വരതയ മതരാഷ്ട്രവാദങ്ങളും അതുപോലെ തന്നെ സ്മരണകൾ, സമരായുധങ്ങൾ, ഈ 4 പുസ്തകവും സഖാവ് പുത്തലത്ത് ദിനേശൻ തയ്യാറാക്കിയിട്ടുള്ള രചനകളാണ്. സമകാലികവും ചരിത്രപരമായ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഈ 4 പുസ്തകങ്ങളെ സംബന്ധിച്ച് സഖാവ് പുത്തലത്ത് ദിനേശൻ പുസ്തകരചനയിൽ വളരെ വേഗം, സാധാരണ പോലെ മാസങ്ങളും വർഷങ്ങളും കൊല്ലങ്ങളും എടുത്തുകൊണ്ടല്ല, പരന്ന വായനയും സൂക്ഷ്മമായ പരിശോധനയും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്ന പുത്തലത്ത് ദിനേശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി വായിക്കുക, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രചന വളരെ വേഗം പൂർത്തിയാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി പ്രധാനപ്പെട്ടതാണ്. ഇതിനിടെയാണ് കോഴിക്കോട് വെച്ച് 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇതിപ്പോൾ 4 പുസ്തകങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ്. പരന്ന വായനയിലൂടെയും അസാമാന്യ അനുഭവപാഠങ്ങളുടെയും ചേർത്ത് വർത്തമാന കാലഘട്ടത്തെയും ചരിത്രപരതയെയും മനസ്സിലാക്കി പുസ്തകങ്ങൾ രചിക്കുന്ന പുതിയ തലമുറയിലെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരനാണ് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായ സഖാവ് പുത്തലത്ത് ദിനേശൻ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഈ 4 പുസ്തകങ്ങളെ സംബന്ധിച്ചും എന്തെങ്കിലും അതിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടോ ഒന്നും വിശദമായിട്ട് സംസാരിക്കാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് ഈ 4 പുസ്തകത്തെ പറ്റിയുള്ള പഠനം തീർച്ചയായും വായിക്കുന്ന ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഫലപ്രദമായ ചർച്ചയും അതുപോലെ തന്നെ വിലയിരുത്തലുകളുമെല്ലാം കേരളീയ സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കപ്പെടേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം ആർജിക്കേണ്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, അത് ഭൂതകാല സംവിധാനങ്ങളെയും വർത്തമാനത്തെയും അതിൻ്റെ തുടർച്ചയായി വരുന്ന ഭാവിയെയും ഈ ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി രചിക്കപ്പെടുന്ന ഇത്തരം നിർമ്മിതികൾ തീർച്ചയായും കേരളം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം ഇവിടെ നിയമസഭാ സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ അതിവിപുലമായ ഒരു മേളയായിട്ട്
പുസ്തക പ്രകാശനവും വായനയും വിൽപ്പനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100-150 വരുന്ന സ്റ്റാളുകൾ, അവിടെയെല്ലാം ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ വന്നു ചേരുന്നു. അവർ പുസ്തകം വായിക്കുന്നു. വായനയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് തെറ്റായ ദിശയിലേക്കുള്ള വിശകലനമാണ്. നന്നായിട്ട് വായിക്കുന്നു. ഏത് പശ്ചാത്തലത്തിലും AI-യുടെ കാലത്തും ആളുകൾ നന്നായിട്ട് പുസ്തകം വായിക്കുന്നുണ്ട്. 10-50 എഡിഷൻ നോവലുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുതിയ കാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എഡിഷൻ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് നല്ലപോലെ വായിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ പുതിയ പുസ്തകങ്ങൾ ഓരോന്നും നല്ല രീതിയിൽ സാമൂഹ്യ പാഠശാലയിലെ ഏറ്റവും സവിശേഷതയാർന്ന ഉൾക്കരുത്തോടുകൂടിയുള്ള ഉൾക്കനമുള്ള പുസ്തകങ്ങളാണ് എന്നും അതെല്ലാവരും വായിക്കണം എന്നും മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇപ്പോഴിവിടെ സമർപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ മറ്റു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോയത്. കളക്ടർമാരുടെ കോൺഫറൻസ് ആയിരുന്നു. അതിൽ നിന്നാണ് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നത്. ഇനിയിവിടെ നിരവധി ആളുകളുണ്ട്, അവരെല്ലാം നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി സർ. അടുത്തതായി ഇൻസൈറ്റ് പബ്ലിക്ക പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളുടെയും രചയിതാവ് ശ്രീ പുത്തലത്ത് ദിനേശൻ അവർകളെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വേദിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വലിയ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേർ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഈ 4 പുസ്തകങ്ങളും ഇവരുടെ സാമീപ്യത്തിൽ പ്രകാശനം ചെയ്തു എന്നുള്ളതും മുഖ്യമന്ത്രി തന്നെ ആ പ്രകാശനം നിർവഹിച്ചു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ പരിപാടിയിൽ പുസ്തകം പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുസ്തകങ്ങളുടെ ലോകത്തേക്കും വായനയുടെ ലോകത്തേക്കും എഴുത്തിൻ്റെ ലോകത്തേക്കും എന്നെ കൊണ്ടുവരികയും പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി ഓർക്കുകയാണ്. അതുപോലെ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇതിലെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ കാരണക്കാർ എന്ന് പറയാവുന്നത് സഖാവ് ഗോവിന്ദൻ മാഷാണ്. കാരണം മാഷ് കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് അതിൻ്റെ മാസികയിൽ നമുക്ക് പുതുതായി എന്തെങ്കിലും എഴുതി ചേർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മാസികയെ മാറ്റേണ്ടതുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി മാർക്സിസ്റ്റ് ക്ലാസിക്കുകളെ സംബന്ധിച്ച് ലഘുപരിചയം നടത്തണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിൻ്റെയും പിന്നീട് വന്ന പിൽക്കാല മാർക്സിസ്റ്റുകളുടെയും എല്ലാം കൃതികളിലേക്ക് എഴുത്തുകാരൻ്റെ ചുമതലയോടുകൂടി ഞാൻ സമീപിക്കുന്നു. ഈ പുസ്തകത്തിലെ ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് ആ മാസികയിൽ ഞാൻ എഴുതിയിരുന്നു. എന്നാൽ ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് എന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മാർക്സ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലേക്ക് എത്തിച്ചേരുന്നത്? മൂലധനം എന്നുള്ളത് ഒരു സാമ്പത്തിക ശാസ്ത്ര പുസ്തകം മാത്രമാണ് എന്ന് നാം കരുതുന്നതെങ്കിൽ അത് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും മറ്റു കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അത് ലോകത്തിലുള്ള എല്ലാ സാഹിത്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു മഹത്തായ കൃതി കൂടിയാണ്. അതിലെ സാഹിത്യ പരാമർശങ്ങളെ സംബന്ധിച്ച് ഇത് പറയുന്നുണ്ട്. മാർക്സും ആംഗൽസും ലെനിനും എല്ലാം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളെയും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാലിൻ്റെ പ്രസിദ്ധമായ ഭാഷാശാസ്ത്രവും മാർക്സിസവും എന്ന് പറയുന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ മാവോയുടെ ചൈനീസ് വിപ്ലവത്തിന് അടിസ്ഥാനമായി തീർന്ന, മാവോ അധികം എഴുതിയിട്ടുള്ളയാളല്ല, പക്ഷേ എഴുതിയ 2 പുസ്തകങ്ങളും ഏറ്റവും ഉജ്ജ്വലമാണ്.
വൈരുദ്ധ്യവാദത്തെക്കുറിച്ച്, പുത്തൻ ജനാധിപത്യത്തെക്കുറിച്ച് ഈ രണ്ട് പുസ്തകങ്ങളും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. പോൾ ലഗാഫിൻ്റെ സ്വത്തിൻ്റെ പരിണാമ ചരിത്രം, എങ്ങനെയാണ് ലോകസമൂഹം വികസിച്ചത് എന്ന് പറയുന്നതാണ്. അതുൾപ്പെടെ അവസാനം ദിമിത്രോവിൻ്റെ ഫാസിസത്തിനെതിരായ ഐക്യമുന്നണിയെക്കുറിച്ചും കൊണ്ടുമാണ് ഈ പുസ്തകം സമാപിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ലേഖനം എന്ന് പറയുന്നത് മാർക്സും അതുപോലെ തന്നെ ലെനിനും ലോകത്തെ കണ്ടതും വിശകലനം ചെയ്തതും വ്യത്യസ്തമാണ് എന്ന ചർച്ച ഉയർന്നു വന്നിരുന്ന ഘട്ടത്തിൽ ആ കാഴ്ചപ്പാടുകൾ മാർക്സിസത്തിൻ്റെ വികാസമാണ് ലെനിനിസം എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒന്നാമത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ചിടത്തോളം, മഹാരാഷ്ട്രവാദവും ബഹുസ്വരതയും സംബന്ധിച്ചിടത്തോളമാണ്. ഇന്ത്യൻ സമൂഹം ബഹുസ്വരതമാണ് എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളതാണ്. 1923 സവർക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം, അതിനുശേഷം ഗോൾവാൾക്കറുടെ നാം നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം, മൂന്നാമതായി വിചാരധാര. ഈ 3 പുസ്തകങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വികസിച്ചു വന്നത് എന്നതാണ് അതിൽ പരിചയപ്പെടുത്തുന്നത്. സവർക്കർ ഒരു മതവിശ്വാസിയല്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. നാം നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ ഇറ്റലിയിൽ നിന്നും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും ഇന്ത്യക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നതിൻ്റെ ഫാസിസ്റ്റ് പാഠങ്ങളാണ് ആ പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായി വിചാരധാരയിൽ അവർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളിലൂടെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വികാസം എങ്ങനെ രൂപപ്പെടുന്നു എന്ന പ്രശ്നമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുപോലെ സമകാലീന രാഷ്ട്രീയ രംഗത്തിനകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇടപെടുന്നു എന്ന കാര്യവും അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, ന്യൂനപക്ഷ വർഗീയത, പാകിസ്ഥാൻ ജിന്നയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിലപാടുകൾ തമ്മിലുള്ള വ്യത്യസ്തത, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ സംഭാവന തുടങ്ങിയവയെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പാലസ്തീൻ ഒരു മതപ്രശ്നമല്ല എന്ന് സൂചിപ്പിക്കുന്ന കാര്യവും രണ്ടാമത്തെ പുസ്തകത്തിനകത്ത് വരുന്നുണ്ട്. മൂന്നാമത്തെ പുസ്തകം പഴമയുടെ പൊതുവായന നവോത്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഏംഗൽസ് പറയുന്നുണ്ട് നവോത്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിനെ തുടർന്നാണ് ലോകത്ത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ വികസിച്ചു വന്നത് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വികാസങ്ങളെ കാണുമ്പോൾ ഏംഗൽസ് നവോത്ഥാനത്തെക്കുറിച്ചും അത് വർഗസമരത്തിൻ്റെ പാതയിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ചും വിശദീകരിച്ച കാര്യങ്ങൾ കേരളത്തിന് ബാധകമാണ്. ആ കാര്യമാണ് അതിനകത്ത് ഒന്നാമതായി വിശദീകരിക്കുന്നത്. രണ്ടാമതായി നമ്മുടെ മിത്തുകളുടെ വികാസമാണ്. കൃഷ്ണസങ്കല്പം, ആദ്യകാലത്തെ കൃഷ്ണൻ എങ്ങനെയാണ് ഇന്നത്തെ കൃഷ്ണനായി വികസിച്ചു വന്നത് എന്ന കാര്യം അതിൽ വിശദീകരിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ മഹാഭാരത നോവലുകളെ സംബന്ധിച്ചും അതിനകത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. MDയുടെ രണ്ടാം ഊഴം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥയും സനാതന വ്യവസ്ഥയും എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന കൃതിയാണ് എന്ന തലത്തിൽ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചിന്താവിഷ്ടയായ സീതയിലൂടെ രാമായണത്തെ വിശകലനം ചെയ്തത്, അതേ തരത്തിൽ തന്നെയാണ് ഇത്തരമൊരു വിമർശനമാണ് MD മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ മഹാഭാരത നോവലുകളെയും അത് പരിചയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ എല്ലാ നവോത്ഥാന ചലനങ്ങളെയും അത് പരിചയപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. സ്മരണകൾ സമരായുധങ്ങൾ എന്ന് പറയുന്ന പുസ്തകം പ്രധാനമായും ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത, അതിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ചിട്ടുള്ള പങ്ക്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ പരിസ്ഥിതിയെ എങ്ങനെയാണ് മാർക്സിസം കാണുന്നത് എന്ന കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും മാർക്സിനൊന്നും അറിയില്ല എന്ന പ്രചരണം നടക്കുന്ന കാലത്ത് ഇന്ത്യയുടെ ശാപം ജാതിയാണ് എന്ന് പ്രഖ്യാപിച്ച മാർക്സിൻ്റെ നിലപാടുകൾ, അത്തരം കാഴ്ചപ്പാടുകളെല്ലാം ഈ പുസ്തകത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തിടപെട്ടവർ, കേരളത്തിലെ സാമൂഹ്യ രംഗത്തിടപെട്ടവർ, ഇവരെപ്പറ്റി എല്ലാമുള്ള സൂചനകളും അതിനകത്ത്, എഴുത്തുകളും അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ചില യാത്രകളെയും സിനിമകളെയും അതുപോലെ തന്നെ മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ അടിത്തറയിട്ട
മുഗൾ കൊട്ടാരങ്ങളിലെ കൃതികളെ സംബന്ധിച്ചുമെല്ലാം ഈ 4ാമത്തെ പുസ്തകവും വിശദീകരിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ 4 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യപ്പെട്ടു എന്നുള്ളതും അതോടൊപ്പം തന്നെ സന്തോഷമുള്ള കാര്യം, ഈ ചടങ്ങിൽ ഞങ്ങൾ പ്രിയപ്പെട്ട രാഷ്ട്രീയ രംഗത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സഖാവ് ബിനോയ് വിശ്വവും സഖാവ് കെ ഇസ്മയിലും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ ഉണ്ട് എന്നുള്ളതും ഏറെ സന്തോഷപ്പെടുത്തുന്നതാണ്. ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായ ജോയിയെയും അതുപോലെ തന്നെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബദറുന്നിസ, പുതിയ തലമുറയുടെ പ്രതിനിധികളെന്ന നിലയിൽ ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ വന്ന സനോജിനും അതുപോലെ തന്നെ അനുശ്രീക്കുമെല്ലാം ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ വന്നു ചേർന്ന എല്ലാ ആളുകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നിർത്തുന്നു. സർ, നന്ദി സർ. പ്രഭാത് ബുക്സ് പ്രസിദ്ധീകരിച്ച നിയമസഭയിലെ KE എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ബിനോയ് വിശ്വം അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരള നിയമസഭ പല പ്രകാരത്തിൽ ഇന്ത്യക്ക് വഴികാട്ടിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഈ സഭയിൽ പുസ്തകങ്ങളുടെ മേള ഉത്സവഘോഷത്തോടെ സംഘടിപ്പിക്കുവാനും ഈ കേരള നിയമസഭ മുൻകൈയെടുത്തത്. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ഭാഗമായി ശ്രദ്ധേയമായ പുസ്തകങ്ങൾ ഒട്ടേറെ എണ്ണം പ്രകാശനം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദിനേശൻ്റെ പുസ്തകത്തെപ്പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പുസ്തക പ്രസിദ്ധീകരണ മേഖലയിൽ മഹത്തായ സ്ഥാനമുള്ള പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ മുൻകൈയിൽ KE ഇസ്മയിലിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ നിയമസഭയിലെ KE എന്ന പേരിൽ ഇന്നിപ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. KE ഇസ്മയിൽ എൻ്റെ നേതാവാണ്. എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും വലിയ പങ്ക് വഹിച്ച നേതാവാണ് KE ഇസ്മയിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും അറിയാം. ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതമാണത്. ആ ജീവിതത്തിൻ്റെ എല്ലാ സംഘർഷങ്ങളും സമരങ്ങളും ത്യാഗങ്ങളും ഏറ്റുവാങ്ങിയ ഒരു മുൻ സൈനികനാണ് KE ഇസ്മയിൽ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളുടെ എല്ലാം സാരാംശം സ്വാഭാവികമായിട്ടും നിയമസഭയിലും KE പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാർലമെൻ്ററി പ്രവർത്തനം അയാളുടെ ജീവിതത്തിൻ്റെയോ സമരത്തിൻ്റെയോ അധ്യായത്തിൽ നിന്നും വേറിട്ട് കാണേണ്ട ഒന്നല്ല എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സാർത്ഥകമായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി ദീർഘവർഷങ്ങൾ MLA ആയും തുടർന്ന് മന്ത്രിയായും പ്രവർത്തിച്ച KE ഇസ്മയിൽ കേരള അസംബ്ലിയിൽ പലപ്പോഴായി ചെയ്ത പല വിഷയങ്ങളെപ്പറ്റിയുള്ള പ്രസംഗങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ആ ജീവിതത്തിൻ്റെ എല്ലാ നിലപാടുകളും കാഴ്ചപ്പാടുകളും ധ്വനികളും ആ ഓരോ പ്രസംഗത്തിലുമുണ്ട്. നിയമസഭയിലെ പ്രതിപക്ഷ അംഗമായിരിക്കുമ്പോഴും ഭരണപക്ഷ അംഗമായിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാം KE ഇസ്മയിൽ എന്ന കമ്മ്യൂണിസ്റ്റുകളെ നയിച്ചത് താൻ ആരാണെന്ന ബോധ്യമാണ്. തൻ്റെ പക്ഷം ഏതാണ്, തൻ്റെ വർഗം ഏതാണ്, തൻ്റെ കൂറെന്തിനോടാണ്, ഇതെല്ലാം എന്നും ബോധ്യപ്പെട്ട നേതാവിനെ പോലെയാണ് KE ഇസ്മയിൽ അസംബ്ലിയിലും പ്രവർത്തിച്ചത്. അതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് ഈ പുസ്തകത്താളിലുള്ളത്. പ്രഭാത് ബുക്ക് ഹൗസ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക വഴി വലിയ കനപ്പെട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ഞാൻ പറയട്ടെ. C ദിവാകരൻ, പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ചെയർമാൻ, വേറൊരു നേതാവാണ് അദ്ദേഹം, എൻ്റെയും നേതാവാണ് C ദിവാകരൻ. അവരെല്ലാവരും കൂടിയുള്ള ഒരു സമിതിയാണ് പ്രഭാത് ബുക്ക് ഹൗസിനെ നയിക്കുന്നത്. സാഹിത്യത്തിലെയും വിജ്ഞാനശാഖയിലെയും രാഷ്ട്രീയത്തിലെയും എല്ലാം പുസ്തകങ്ങൾ പ്രഭാത് ബുക്ക് ഹൗസ് നിരന്തരമായി പുറത്തിറക്കുന്നുണ്ട്. ആ പരമ്പരയിൽ മാറ്റിവെക്കപ്പെടുന്ന ഒന്നായി
ഈ പുസ്തകവും മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ സമയത്തിൻ്റെ ലഭ്യതക്കുറവുണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ പോലും ദിനേശൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് അല്പം കൂടി പറയാൻ തോന്നിപ്പോകുന്നു ആ പ്രസംഗം കേട്ടപ്പോൾ. അത് വേറൊന്നുമല്ല, എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. മാർക്സിനെ പോലെ സാഹിത്യം പറഞ്ഞ ആൾ വേറെ ആരുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അടിമൂടി സൈദ്ധാന്തികമാണ്, രാഷ്ട്രീയമാണ്. അതിലെ ഭാഷ പക്ഷേ സർഗസൗന്ദര്യത്തിൻ്റെ എല്ലാ സാഹിത്യ ഭംഗിയും തുളുമ്പുന്ന ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ബൂർഷ്വാസിയെപ്പറ്റി പറയുമ്പോൾ മാർക്സ് പറഞ്ഞു, ബൂർഷ്വാസിക്ക് എല്ലായിടത്തും കൂട് കൂട്ടണമെന്ന്. ഇറ്റ് വാണ്ട്സ് ടു നെസിൽ എവരിവെയർ. രാഷ്ട്രീയ ഭാഷയാണോ സാഹിത്യ ഭാഷയാണോ? എല്ലായിടത്തും കൂട് കൂട്ടണം, എല്ലായിടത്തും താവളങ്ങൾ തീർക്കണം, എല്ലായിടത്തും ബന്ധങ്ങൾ സ്ഥാപിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്. അദ്ദേഹം പിന്നെ പറയുന്നു, അന്നോളം മാനവരാശി മഹത്തായ കണ്ടുപോകുന്ന എല്ലാത്തിൻ്റെയും കാൽക്കീഴിൽ നിന്ന് ബൂർഷ്വാസി അതിൻ്റെ എല്ലാ മഹത്വങ്ങളുടെയും കമ്പളം വലിച്ചു മാറ്റി രൊക്കം അണാ പൈസ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ബൂർഷ്വാസി ബന്ധങ്ങളെ പുനഃക്രമീകരിച്ചുവെന്ന് ഒരു രാഷ്ട്രീയ സത്യം പറയുകയാണ്, ഒരു സാമ്പത്തിക വിശകലനത്തിൻ്റെ പാഠങ്ങൾ പറയുകയാണ്. പക്ഷേ ഈ ഭാഷകളുടെ ചാരുത ആരെയാണ് അമ്പരിപ്പിക്കാത്തത്? അദ്ദേഹം പിന്നെയും പറയുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞു പോകുന്നില്ല, പറഞ്ഞു പോയാലും നീണ്ടുപോകും. പെട്ടെന്ന് ഞാൻ ഓർത്തു പോകുന്നത് ക്യാപിറ്റലിലെ ഒരു ഭാഗമാണ്, മൂലധനത്തിലെ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, അക്കാലത്ത് ഏറ്റവും പേര് കേട്ടൊരു എഴുത്തുകാരൻ്റെ രചനയെപ്പറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, ഈ ഭൂമി ആരുടേതാണ്? അദ്ദേഹം ചോദിക്കുകയാണ്, ആരുടേതാണ് ഈ ഭൂമി? ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, ഒരു കൂട്ടം വ്യക്തികളുടേതുമല്ല. എല്ലാ സഞ്ചയങ്ങളെയും മനുഷ്യസഞ്ചയങ്ങളെയും കൂട്ടി വെച്ചാൽ അവരുടേതുമല്ല ഈ ഭൂമി. ഈ ഭൂമി ഇനി പിറക്കാനിരിക്കുന്ന തലമുറകളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്സ് പറഞ്ഞു, അവർക്ക് വേണ്ടി ഈ ഭൂമിയെ ജീവിക്കത്തക്കതായി സൂക്ഷിക്കലാണ് നമ്മുടെ കടമയെന്ന്. അദ്ദേഹം പറഞ്ഞു, ചുമതലാബോധമുള്ള ഒരു തറവാട്ടുകാരണവർ പിൻതലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കും പോലെ ഈ ഭൂമിയെ നാം സൂക്ഷിച്ചു വെക്കണമെന്ന്. അങ്ങനെ എഴുതാൻ കഴിയുന്നൊരു നേതാവിനെപ്പറ്റി, സൈദ്ധാന്തികനെപ്പറ്റി, വഴികാട്ടിയെപ്പറ്റി സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനബോധമുണ്ടാകും. പക്ഷേ മാർക്സിനെ വായിച്ചാൽ, മാർക്സിസത്തെ വായിച്ചാൽ ഈ ആദരവ് ചിന്താപരമായി കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവർക്കും തോന്നിപ്പോകുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ വഴിക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നേതാവാണ്, യുവ നേതാവാണ് സഖാവ് ദിനേശൻ എന്നുള്ള എൻ്റെ സ്നേഹവും കൂടി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഞാൻ സഖാവ് KES Payലിൻ്റെ പുസ്തകത്തെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാത്തത് മനഃപൂർവ്വമാണ്. ജീവിത പ്രശ്നങ്ങളെപ്പറ്റി കർഷകൻ്റെ, തൊഴിലാളിയുടെ, ആദിവാസിയുടെ, ചെറുപ്പക്കാരുടെ, ഭരണത്തിൻ്റെ, ഭാഷയുടെ, അഴിമതിയുടെ, സത്യത്തിൻ്റെ എല്ലാം കാവൽക്കാരനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നിയമസഭാ സാമാജികൻ ഈ സഭയിൽ എങ്ങനെയെല്ലാം പ്രവർത്തിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ആ പ്രസംഗങ്ങൾ പിൻതലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും സഭാ സാമാജികന്മാർക്കും വെളിച്ചമേകുന്ന ഒന്നാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി സർ. നിയമസഭയിലെ KE എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ C. ദിവാകരൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹിതരെ, അസാധാരണമായ ഒരു സംഭവമാണ് ഈ മൂന്നാം മുഴുവൻ നമ്മുടെ നിയമസഭ സംഘടിപ്പിച്ച പുസ്തകമേള. എൻ്റെ മനസ്സിൽ നിങ്ങളിൽ പലരും പോയിട്ടുള്ള ഷാർജയിലെ പുസ്തകോത്സവം പോലെ കേരളത്തിലൊരു പുസ്തകോത്സവം നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. മുഖ്യമന്ത്രി അതിന് ആവശ്യമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അത്ര ഗംഭീരമാണ് ഈ കാര്യങ്ങളെല്ലാം. ഞാൻ പ്രത്യേകിച്ച് ഈ നിയമസഭയിൽ കുറച്ച് നാൾ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നമ്മുടെ സ്പീക്കർ ഷംസീറിനെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഞാൻ ഒരുപാട് സ്പീക്കർമാരെ
കണ്ടിട്ടുണ്ട് 10-15 കൊല്ലക്കാലമായി. പക്ഷേ വായനയുടെ ലോകത്തെ കടന്നു ചെല്ലണം നിയമസഭയുടെ ഒരു കടമയാണ് എന്ന് കണ്ട കേരളത്തിൻ്റെ ഒരു വല്ലാത്ത ചെറുപ്പക്കാരനാണ് ഷംസീർ. സാധാരണ യുവജനങ്ങൾക്കെല്ലാം അങ്ങനെ അത്രയും വലിയ ആഴമേറിയ വായനാശീലം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഷംസീർ ഒരുപാട് വായിക്കുന്ന എൻ്റെ ഇന്ന് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്താൻ അദ്ദേഹത്തിന് നമ്മളെല്ലാവരും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ കെയ്യുടെ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ കെയ്യെ പറ്റി ഞാൻ വല്ലതും പറയുന്നത് നിങ്ങൾ വിചാരിക്കും CPI കാരനായതുകൊണ്ട് കെയ്യെക്കുറിച്ച് പറയണത്. CPM ഒന്നുമില്ല. കെയ് നല്ല ഒന്നാന്തരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരുപാട് പ്രതിസന്ധികളെല്ലാം നേരിട്ടിട്ടുണ്ട്. ഒറ്റയ്ക്കും കൂട്ടമായിട്ടും നേരിട്ടിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ കൂടെയൊക്കെ നിന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് തിരിഞ്ഞു നോക്കാനും എഴുതാനും ഉള്ള ചെറിയ ഒരു സന്ദർഭം കിട്ടി. അത് നന്നായിട്ട് അത് വിനിയോഗിച്ചു. പ്രഭാത് ബുക്ക് ഹൗസ് ഞങ്ങൾ അത് ഏറ്റെടുത്തു അത് പ്രസിദ്ധീകരിക്കാൻ. ഈ പുസ്തകം എല്ലാവരും അതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഈ പ്രഭാതിൻ്റെ ഒരു ആളായതുകൊണ്ട് പറഞ്ഞത് എല്ലാവരും ഒന്ന് വാങ്ങി സഹായിക്കണം. എല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എല്ലാവരും വാങ്ങണം. പോകുന്ന മാസം ചിരിക്കുകയാണ്. വലിയ സത്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ പുസ്തകങ്ങളും ഗംഭീരം എന്ന് പറയും. എല്ലാവരും അയ്യോ സഖാവിൻ്റെ പുസ്തകം വായിച്ച് ഞാൻ ഉറങ്ങിയില്ല. വാങ്ങില്ല, വില കൊടുത്ത് വാങ്ങുമില്ല. അങ്ങനെ ഒരുപാട് നല്ല സഹൃദയരായ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരോടെല്ലാം ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു, ഇതാണ് നമ്മുടെ മൂലധനം. നമ്മുടെ ജീവിതത്തിലെ ഒരു 10 പുസ്തകം കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കഴിയും. അത്ര ഒരു വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു ജീവിക്കാൻ വേണ്ടി ഒരു വലിയ ഒരു ശക്തിയാണ് പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നത്. സാധാരണ ആളിലൊക്കെ പറയാം പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. പുസ്തകം മാത്രമാണ് പോസിറ്റീവ് എനർജി. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും വാങ്ങണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇസ്മായിൽ ഇനി അടുത്ത എഴുതാനുള്ള പ്രേരണ ഇപ്പോൾ കിട്ടിക്കാണുന്നതാണ്. മുഖ്യമന്ത്രിയാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. അതുകൊണ്ട് നല്ല പ്രേരണ കിട്ടി, നല്ല അംഗീകാരം കിട്ടി. ആ അംഗീകാരത്തോടു കൂടി ഇസ്മായിൽ വീണ്ടും എഴുതാം. പിന്നെ പുത്തലത്ത് ദിനേശ് ഇത് ഇത്ര വലിയ എഴുത്തുകാരനാണെന്ന് ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇയാൾ മലബാറിൽ നിന്ന് കയറി പൊട്ടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ പാർട്ടിക്കാരിവിടെ പറഞ്ഞ ചില ചുമതലകൾ അങ്ങനെ ഇവിടെ നടക്കുമ്പോഴാണ് ഞാൻ AK സെൻ്ററിൽ അവിടെ വെച്ച് കണ്ടത്. അന്ന് ഈ ദാടിയൊന്നുമില്ല, നല്ല മനോഹരം, നല്ല ചെറുപ്പക്കാരാണ്, നല്ല നിറമുള്ള നല്ല ചെറുപ്പക്കാരൻ. ആ ബാല്യമെല്ലാം ആ യൗവനമെല്ലാം പോയി. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് വായിച്ചു, ഒരുപാട് എഴുതി. ഇനിയും എഴുതുന്നുവെന്നാണ് ഞാൻ അറിയുന്നത്. ഇനിയാണ് എഴുതാൻ. ഇതുവരെ എഴുതിയെന്ന എഴുത്തല്ല, ഇനിയാണ് എഴുതാൻ. എഴുതേണ്ട സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു പുതിയ എഴുത്തുകാരൻ കൂടി കേരളത്തിൻ്റെ രംഗത്ത് വരുന്നു. അതും പുത്തളം ദിനേശനെ ഞാൻ പ്രത്യേകമായി അഭിനയിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു പ്രസിദ്ധീകരണം ഉള്ളത് ഏതാണ്? നമ്മുടെ സമത അല്ലേ? ആണോ? അത് ഞാൻ കണ്ടില്ല. ആ എഴുത്തുകാരിയെയും ആ എഴുത്തിനെയും ഞാൻ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു. വീണ്ടും വീണ്ടും നിങ്ങളെല്ലാവരും എഴുതി കേരളം ഇന്ന് കാണുന്നതിൽ നിന്ന് എഴുത്തിൻ്റെയും വായനയുടെയും ഒരു പുതിയ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ അത്യന്തം ആപൽക്കരമായ പലതും ഇവിടെ സംഭവിക്കും. അതിന് ഏക ഗ്യാരണ്ടി എഴുത്തും വായനയും തന്നെയാണ്. എഴുത്തിലേക്കും വായനയിലേക്ക് പ്രത്യേകിച്ച് പുതിയ തലമുറ. ഇപ്പോൾ ഡിഫിയുടെയൊക്കെ ആളിവിടെ ഇരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു മരുന്നാണ് വായന. വായന അല്ലാതെ ശോചന എന്ത് വിചാരിച്ചാലും അത് നടക്കില്ല. വായിച്ചാൽ വളരെ ഈസിയായിട്ട് അതെല്ലാം നടക്കും. അവിടെ വായിക്കണം, പുസ്തകങ്ങൾ വാങ്ങണം എന്നപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ. നമസ്കാരം. നന്ദി സർ.
പ്രഭാത് ബുക്സ് പ്രസിദ്ധീകരിച്ച നിയമസഭയിലെ KE എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ KE ഇസ്മായിൽ അവർകളെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എൻ്റെ നിയമസഭാ കാലഘട്ടങ്ങളിലെ പ്രസംഗങ്ങളും അവിടെ അവതരിപ്പിക്കപ്പെട്ട ചില പ്രധാനപ്പെട്ട ശ്രദ്ധക്ഷണിക്കലും മറ്റ് പാർട്ടികളിലെ MLA-മാരും ഒക്കെ അവതരിപ്പിച്ച വിഷയങ്ങളിലുള്ള മറുപടിയും ഒക്കെ ചേർന്നതാണ്. 82-ൽ ഞാൻ MLA ആകുമ്പോൾ മൊബൈൽ ഫോണില്ല, ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളില്ല, ഇന്ന് കാണുന്ന ഒരു ചാനലും ഇല്ല, ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ചാനലും ഇല്ലാത്തൊരു കാലത്താണ്. അപ്പോൾ സഭയിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്തറിയുന്നത് വളരെ വളരെ പരിമിതമായി മാത്രമേ ജനങ്ങൾ അറിയുന്നുള്ളൂ. അങ്ങനെ ഒരു കാലമായിരുന്നു. 96-2001 ഞാൻ മന്ത്രിയായിട്ടുള്ള 5 കൊല്ലം. ആ സമയത്താണ് ഏഷ്യാനെറ്റും സൂര്യയുമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ വാർത്താമാധ്യമങ്ങളുടെ വല്ലാത്ത ഒരു കുറവ് നിലനിന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് സഭയിൽ നടന്ന ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, രേഖകളിൽ തന്നെ തിളങ്ങിട്ട് കിടക്കായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് വളരെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ആദിവാസി സംബന്ധിച്ച ബില്ല്, അതിൻ്റെ ഡിബേറ്റ് എത്രയോ കാലമായി നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്യുകയും നടക്കാതാകുകയും ചെയ്ത് അവശേഷിച്ചിരുന്ന റവന്യൂ ബോർഡ് പിരിച്ചുവിടുന്ന നടപടിയുമായിട്ടുള്ള അതിൻ്റെ ബില്ലും അതിൻ്റെ ചർച്ചകളും ഇന്ന് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി റവന്യൂ ഓഫീസുകളെ കാണേണ്ടി വരിക, അത് അഴിമതിക്കും ഒക്കെ കാരണക്കാരാകുക. ആ അവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് കൊണ്ടുവന്ന റവന്യൂ കാർഡ്, അതിൻ്റെ നിയമം, കാർഷിക പരിഷ്കരണ നിയമം നടപ്പിലാക്കിയത് മൂലം ഒരുപാട് ഭൂപ്രഭുക്കന്മാരാണ് ഞങ്ങൾ, തമ്പുരാക്കന്മാരാണ് എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ആളുകൾ പൂർണ്ണമായും ഭൂമിയില്ലാതെ, ജീവിക്കാൻ മാർഗമില്ലാതെ, പേരിന് ജമ്മിമാരാണെന്ന് പറയുകയും ഉച്ചക്കഞ്ഞിക്ക് വകയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. അവർക്കൊരു ചെറിയ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായെങ്കിലും വസ്തുതയായിരുന്നു, എൻ്റെ നാട്ടിൽ 2 വലിയ രാജകുടുംബങ്ങളുണ്ടായിരുന്നു. അവരുടെ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു. അവർ ഭിക്ഷക്കാരാണെന്ന് അവരെ പറഞ്ഞുകൂടാ. ആധുനിക കാലത്തെ ആധുനിക രീതിയിലുള്ള ഒരു ഭിക്ഷാടന സ്വഭാവത്തിലാണ് എന്നെയും അവർ പലപ്പോഴും സമീപിക്കായിരുന്നു. വീട്ടിൽ മാസാമാസം വരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ജമ്മിമാരായിരുന്നു, രാജാക്കന്മാരായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാവണം എന്ന രീതിയിൽ ഞങ്ങൾ ആലോചിച്ച് അവർക്ക് പെൻഷൻ കൊടുക്കുന്നൊരു നിയമം, അതിനെ തുടർന്ന് അതിൻ്റേതായിട്ടുള്ള ഡിബേറ്റ്, ഇങ്ങനെ കുറേ വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ തൊഴിലാളികൾക്ക്, ആദിവാസികൾക്ക്, പാവപ്പെട്ടവർക്ക്, പണിയെടുക്കുന്നവർക്ക്, കൃഷിക്കാർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കുകയും അതിൻ്റെ ചർച്ചകളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. പ്രഭാതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിയമസഭയിലെ രേഖകളിൽ നിന്നെടുത്ത വിഷയങ്ങളാണ് ബഹുഭൂരിഷ കാര്യത്തിലുള്ളത്. അത് ഇവിടെ സന്തോഷപൂരിതരെ ഞാൻ മുഖ്യമന്ത്രി ഇവിടെ പ്രകാശനം ചെയ്തു. സഖാവ് ബിനോയ് വിശ്വം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹം അത് ഏറ്റെടുത്തു. സഖാവ് ദീപാകരൻ സംസാരിച്ചു. ഇതുപോലെ നിറഞ്ഞൊരു സദസ്സിൽ വെച്ചത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കഴിയുമെങ്കിൽ വാങ്ങാം, വായിക്കാം. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി സർ. സമത പ്രസിദ്ധീകരിച്ച ജീവിത സാഗതികം എന്ന ഓർമ്മക്കുറിപ്പുകളുടെ രചയിതാവ് ഡോക്ടർ സാവിത്രി നാരായണൻ അവർകളെ സമയക്കുറവ് മൂലം ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുവാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് ശരിക്കും തീരെ അപ്രതീക്ഷിതമായ ഒരു അനുഭവമാണ്. എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ് ഇത്. ഞാൻ ലോകത്തിലെ പല രാജ്യങ്ങളിലും സമുദ്രം തീരങ്ങളായുള്ള ഒരുമാതിരി മിക്ക രാജ്യങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ മീറ്റിങ്ങിന് കൂടിയിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും പല ഭാഗത്തും വന്നിട്ടുണ്ട്. യുനെസ്കോയിൽ ഞാൻ കാനഡയുടെ ഹെഡ് ഓഫ് ദ ഡെലിഗേഷനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കേരള നിയമസഭയുടെ ഇങ്ങനൊരു പരിസരത്തിൽ എനിക്ക് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. അതിന്
ഈശ്വരനോട് നന്ദി പറയുന്നു. അതിന് കാരണക്കാരിയായ സമതയുടെ പ്രൊഫസർ ഉഷാകുമാരിയോട് പ്രത്യേകം നന്ദിയുണ്ട്. എന്നെ നിർത്താതെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ പുസ്തകം എഴുതൂ എന്ന് നിർബന്ധിച്ച എൻ്റെ ഏട്ടൻ്റെ മരുമകൾ നന്ദിനി അവിടെ ഇരിക്കുന്നുണ്ട്. നന്ദിനിയുടെ സഹായം കൊണ്ടാണ് ഈ പുസ്തകം ഇങ്ങനെ പൂരിപ്പിക്കാൻ കഴിഞ്ഞത്. നിർഭാഗ്യവശാൽ എന്നെ ഞാനാക്കിയ പലരും ഇന്ന് ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂർ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടുന്ന് ആർക്കും ഈ പ്രകാശനത്തിന് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഇത്ര ദൂരമുണ്ട്. പിന്നെ പലർക്കും സാമ്പത്തികവും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ 4-5 പേരുണ്ട്. ആദ്യമായിട്ട് പറയട്ടെ, എൻ്റെ വല്യച്ഛൻ്റെ മകൾ, ഇവിടെ സംസ്കൃത അധ്യാപികയായുള്ള നളിനിയും മകളും ഉണ്ട്. പിന്നെ എൻ്റെ ഏട്ടൻ്റെ മകനായിട്ട് സജീവ് ഇവിടെയുണ്ട്. പിന്നെ നന്ദിനിയുണ്ട്. അവരുടെ കൊച്ചുമകൻ വളരെ കൊച്ചുമകനാണ്. അവനിത് കാണാനുള്ള സന്ദർഭം ലഭിച്ചു. അവൻ ഇതിന്ന് എന്തെങ്കിലും പഠിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏതായാലും ഇതൊരു പരമഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പുസ്തകം എൻ്റെ ഓർമ്മകളാണ്. പല രംഗങ്ങളിലും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ കാഴ്ചപ്പാടിൽ കൂടി ആണ് ഞാൻ വിവരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ഗ്രാമീണ കന്യകയുടെ അനുഭവങ്ങൾ, പിന്നെ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരിക, അതുപോലെ പല പ്രശ്നങ്ങളും ഒരു പെൺകുട്ടിയായാലും ഉണ്ടാവും. അതിനെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്തത് എന്നുള്ള അനുഭവങ്ങൾ. അമേരിക്കയിലേക്ക് പോകാനുള്ള സന്ദർഭം കിട്ടി. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോയത്. അവിടെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, അവിടുന്ന് എങ്ങനെ ഡിഗ്രി കിട്ടി, ആ അനുഭവങ്ങളുണ്ട്. പിന്നെ കാനഡയിലേക്ക് മാറിയിട്ട് അവിടെ എങ്ങനെ ഒരു കുടുംബവും കരിയറും എങ്ങനെ ലൈഫ് വർക്ക് ബാലൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു, അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ നേട്ടങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ലോകത്തിൽ കാനഡയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കാനഡയുടെ പ്രതിനിധിയായിട്ട് പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്, മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരെയും അതുപോലെ വേറെ വേദിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ തികച്ചും അതിനെ പലരോടും കൃതജ്ഞത പറയാറുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിച്ചൊരു പ്രധാന പാഠമുണ്ട്. അതായത് മനുഷ്യരെല്ലാവരും തുല്യരാണ്. എന്ത് നിറായാലും ഏത് രാജ്യത്തെയായാലും ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും നമ്മളൊക്കെ തുല്യരാണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാൽ ഒരാൾക്ക് വാതിൽ തുറന്നു കൊടുക്കണം. ഇപ്പം നല്ല പഠിപ്പുള്ളൊരു കുട്ടിയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുക. എന്നാൽ അത് ഉയർന്നു വരും. എനിക്ക് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായില്ല. ഓരോരുത്തർ എന്നെ കണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നു. അങ്ങനെ ഉയർന്നു വന്നതാണ് ഞാൻ. എൻ്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ അതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഒരു കാര്യം പറയും. ഞാൻ പഠിച്ച വേറൊരു പാഠമാണ് പറയണത്. കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പറയാറുണ്ട്, ഒരു ദമ്പതികൾക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കൂ. ഒരാളെ പഠിപ്പിക്കാനുള്ള കാശേ ഉള്ളൂ, നിങ്ങൾ ആരെ പഠിപ്പിക്കും? ഞാൻ പലരോടും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും മറുപടി കിട്ടുക ആൺകുട്ടിയെ, നമ്മൾ വയസ്സായാൽ നോക്കാൻ ആൺകുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അച്ഛൻ പറയാറുണ്ട് പെൺകുട്ടിയെ എന്ന്. കാരണം പെൺകുട്ടികൾക്ക് പഠിപ്പുണ്ടായാൽ പിന്നത്തെ ജനറേഷന് പഠിപ്പുണ്ടാവും, അതുപോലെ കുടുംബം നോക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് പെൺകുട്ടികളെ എങ്ങനെയായാലും പഠിപ്പിക്കണം. അതായിരുന്നു അച്ഛൻ്റെ. അതുപോലെ അച്ഛൻ എന്നെ എന്നും പ്രോത്സാഹിച്ചിട്ടേ ഉള്ളൂ. 20 വയസ്സായപ്പോൾ എന്നെ ഒറ്റയ്ക്ക് ബാംഗ്ലൂർക്ക് പറഞ്ഞയച്ചു. 22 വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് വിമാനത്തിൽ അമേരിക്കയിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞിട്ടില്ല. അതൊക്കെ സമ്മതിച്ചുകൊണ്ട് അച്ഛനായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ലെസനാണ്. നമ്മളെല്ലാവരും ഇവിടെയുള്ളവർക്ക് പലർക്കും പെൺകുട്ടികളുണ്ടാവും. ആൺകുട്ടികളെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കണം, പക്ഷേ പെൺകുട്ടികൾക്ക് അതുപോലെ വേണമെന്ന് മാത്രം. അതുകൊണ്ടാണ് സമത എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് നോന്ന് പറയാൻ പറ്റിയില്ല എഴുതാനായിട്ട്. ഞാൻ ഇതുവരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഒരുപാട് റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ട്, പബ്ലിക്കേഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പുസ്തകം ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ആദ്യമായിട്ട് എഴുതിയതാണ്. അത്
പിന്നെ ഒന്നുണ്ട്, ഉഷോട് ആർക്കും നോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ 2 കൊല്ലം കൊണ്ട് അത് പ്രസിദ്ധീകരിച്ചു. അതിൽ നിന്നുള്ള പാഠം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരാളെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് വെച്ചാൽ ആ വാതിൽ തുറന്നു കൊടുക്കൂ, അവരെ അകത്ത് കടത്തൂ, അവർക്ക് ഉയർച്ചാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൂ. അങ്ങനെ ആയാൽ നമുക്ക് എല്ലാവർക്കും ഉയർന്നു വരാൻ പറ്റും. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ പങ്കുകൊള്ളാൻ പറ്റിയത്. നിങ്ങൾക്ക് എല്ലാവരോടും, ഇവിടെ വന്ന് ചേർന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മറ്റ് അതിഥികളും വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി ഉഷാകുമാരി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സമത പുസ്തക പ്രസാധന രംഗത്ത് പ്രവർത്തിക്കുന്ന, തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 29 അംഗ പെൺകൂട്ടായ്മയാണ്. സമതയുടെ 102ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആ പുസ്തകം സ്വീകരിക്കാനായി ഇവിടെ എത്തിയത് വിഖ്യാതരായിട്ടുള്ള 3 ശാസ്ത്രജ്ഞരാണ്. ഡോക്ടർ ബി സന്തോഷ്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡ് നമ്മുടെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിഴിഞ്ഞം. ഡോക്ടർ ബിജുകുമാർ എ, പ്രൊഫസർ ആൻഡ് ഹെഡ് അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ്, കേരള സർവകലാശാല. അനീഷ അനി ബെനഡിക്റ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ്, ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഓഷ്യാനോഗ്രാഫർ ആൻഡ് സ്കൂബ ഡൈവർ. അവരോടുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇനി ഈ വിഖ്യാത ശാസ്ത്രജ്ഞയെ ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പരിചയപ്പെടുത്താൻ എന്നെ അനുവദിക്കുക. ഡോക്ടർ സാവിത്രി നാരായണൻ വിഖ്യാത സമുദ്രശാസ്ത്രജ്ഞ. തൃശ്ശൂർ കോളങ്ങാട്ടുകരയിലെ പുറക്കുടിഞ്ഞത്ത് ഗംഗാധരൻ ഭട്ടതിരിപ്പാടിൻ്റെയും കാളി അന്തർജനത്തിൻ്റെയും മകളായി 1945 ജനനം. 1973 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ PhD ലഭിക്കുന്ന പ്രഥമ മലയാളി. 38 വർഷക്കാലം കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ സമുദ്രവിജ്ഞാന വകുപ്പിൽ ശാസ്ത്രജ്ഞ. 2013 ഡയറക്ടർ ജനറൽ ഓഫ് ഓഷ്യൻ സയൻസസ് ആൻഡ് കനേഡിയൻ ഹൈഡ്രോഗ്രാഫിക് സർവീസസ് എന്ന പദവിയിലിരിക്കെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും 2013 വിരമിച്ചു. യുനെസ്കോയുടെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓഷ്യാനോഗ്രാഫി കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ. ജനീവ കേന്ദ്രമായുള്ള ഓഷ്യാനോഗ്രഫി ആൻഡ് മറൈൻ മീറ്റിയറോളജിയുടെ അധ്യക്ഷ. ആർട്ടിക് റീജിയണൽ ഹൈഡ്രോഗ്രാഫിക് കമ്മീഷൻ സ്ഥാപകയും പ്രഥമ ചെയർപേഴ്സണും. ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫർ. ഇപ്പോൾ കനേഡിയൻ പൗരത്വമാണ്. എല്ലാം ചേർത്ത് പിടിച്ച് നടക്കുന്ന, എല്ലാ പ്രോത്സാഹനവും നൽകുന്ന അവരുടെ ഭർത്താവ് കണ്ടഞ്ചാത്ത നാരായണൻ നമ്പൂതിരി ഇവിടെ ഉണ്ട്. ചേച്ചി ശാന്ത ചേച്ചിയും ഇവിടെ ഉണ്ട്. കനേഡിയൻ പൗരത്വമായതുകൊണ്ട് എല്ലാ വർഷവും ബന്ധുക്കളെ കാണാൻ വരും. കഴിഞ്ഞ വർഷം കോളങ്ങാട്ടുകര ഇവരുടെ തന്നെ ഗ്രാമത്തിലെ ഒരു ലൈബ്രറിയുടെ പരിപാടിക്ക് ഞാൻ പോയതാണ്. ഞാനവിടെ ഒരു വിശിഷ്ടാതിഥിയായിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് മറ്റൊരു വിശിഷ്ടാതിഥി. അപ്പോൾ പേര് ചോദിച്ചു. ഡോക്ടർ സാവിത്രി നാരായണൻ എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ കാനഡ എന്ന് പറഞ്ഞു. കാനഡയിൽ എന്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെയാണ് പൗരത്വം. പിന്നെ ഇങ്ങനെ പറഞ്ഞ് വല്ലാത്തൊരു വിസ്മയമുണ്ടായി. ആർക്കും അറിയില്ല ഈ വിഖ്യാത ലോകപ്രശസ്ത ശാസ്ത്രജ്ഞയെ. ആർക്കും അറിയില്ല. കേരളത്തിലും അറിയില്ല, ഇന്ത്യയിലും അറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ തന്നെ സമത അതിൻ്റെ കമ്മിറ്റി ചേർന്നു. 2018 മുതൽ പുസ്തക വിൽപ്പനയിൽ നിന്ന് സമാഹരിക്കുന്ന തുക 2 സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി സമത മാറ്റിവെക്കുന്നു. നമ്മുടെ സാമൂഹ്യ മുന്നേറ്റ പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി ഇന്ന് ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാരിൽ 2 പേരെ തിരഞ്ഞെടുത്ത് 2011 മുതൽ പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകുന്നു. 2018 മുതൽ ഓരോ വർഷവും ശാസ്ത്രജ്ഞർ, കർഷകർ, വിവിധ മേഖലകളിൽ മുദ്ര പതിപ്പിച്ച വനിതകൾ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ എന്നിവർക്ക് ഞങ്ങൾ അവാർഡുകൾ സമ്മാനിക്കുന്നു. 2018 പ്രഥമ അവാർഡ് സമ്മാനിച്ചത് കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ വിഖ്യാത ലോകശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാലിനാണ്. അദ്ദേഹത്തിന് ജൈവജാഗ്രതാ പുരസ്കാരം സമത സമർപ്പിച്ചു. പിന്നീട് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം സമത ശാസ്ത്രജ്ഞർക്ക് അവാർഡുകൾ സമ്മാനിക്കുന്നു.
2024 അവാർഡ് ഈ വിഖ്യാത ശാസ്ത്രജ്ഞയ്ക്കാണ് സമത സമ്മാനിച്ചത്. അപ്പോഴാണ് അവരെ ലോകം അറിയുന്നത്, അല്ലെങ്കിൽ കേരളം അറിയുന്നത്. അവർ മടങ്ങിപ്പോകുമ്പോൾ, കാനഡയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചു, നിങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം അറിയണം, പുതിയ തലമുറ അറിയണം, അതുകൊണ്ട് ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കി തരണം. തരാമുഷ എന്ന് പറഞ്ഞ് അവർ പോയി. ഈ വർഷം വരുമ്പോൾ ആ ഓർമ്മക്കുറിപ്പുകളുമായി വന്നു. ആ ഓർമ്മക്കുറിപ്പുകളാണ് സമത സന്തോഷപൂർവ്വം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അത് ഒരു വലിയ ഒരുപാട് ധാരണ, ഞാൻ വളരെ സമയക്കുറവ് കൊണ്ട് ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല. എന്തായാലും ഈ ഒരു പുസ്തകം നമ്മുടെ ഒരു ശാസ്ത്രലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ സുനിത വില്യംസ് അന്തരീക്ഷത്തിലാണ്. സാവിത്രി നാരായണൻ സമുദ്ര ഗവേഷകയായിട്ട് ഒരുപാട് വർഷം അതിൻ്റെ അടയാളപ്പെടുത്തിയാണ്, വിവിധ മേഖലകളിൽ അടയാളപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞയാണ്. അവരെ നമുക്ക് ഈ വേദിയിൽ വെച്ച് ആദരിക്കാം. അതുകൊണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരു സന്ദർഭം കിട്ടിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സാവിത്രി നാരായണൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഒരു സന്ദർഭം കിട്ടിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങ് സമാപിച്ചു. പങ്കെടുത്ത എല്ലാവർക്കും നിയമസഭയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.